മലപ്പുറത്ത് അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിലകപ്പെട്ടു. കെണിയിൽ വീണ കരടി. ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, പ്രതികരണങ്ങളുണ്ട്. കരടി കൂട്ടിനുള്ളിൽ പെട്ടിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. കുറച്ച് നാളുകളായിട്ട് ഈ കരടി അവിടെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കെണിയിൽപ്പെട്ടു എന്തായാലും കരടി. പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. കരടീനെ നമ്മൾ വെറ്റിനറി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് RRT ഓഫീസിലേക്ക് മാറ്റുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കരടിയെ തുറന്നു വിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതാണ്. നമുക്കിപ്പം മുബഷീർ ചേരുന്നുണ്ട്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ് മുബഷീർ. പാവം കരടി അവിടെ അമ്പലത്തിലെത്തി കുറച്ച് നെയ്യ്, കുറച്ച് ശർക്കര, കുറച്ച് എണ്ണ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതിനെ പിടിച്ച് കെണിയിലാക്കിയോ നിങ്ങൾ? പക്ഷെ കുറച്ചധികം ശല്യം ഉണ്ടാക്കിയിരുന്നു അല്ലേ ഈ കരടി ചേട്ടൻ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും ക്ഷേത്രങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് മാത്രമല്ല, മേഖലയിൽ വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉൾപ്പെടെ ഈ കരടി മൂലം ഉണ്ടായിരുന്നു. കരടിയെ പിടികൂടുന്നതിന് വേണ്ടി ആ ഒരു മേഖലയിൽ സ്ഥാപിച്ച കെണിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി കരടി അകപ്പെട്ടിരിക്കുന്നത്. മലപ്പുറത്തെ അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഭീതി പരത്തിയിരുന്നൊരു കരടിയാണിപ്പോൾ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ കരുവാരക്കുണ്ട് TK കോളനി എന്ന് പറയുന്ന മേഖലയിലെ ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ കരടി അകപ്പെട്ടിരിക്കുന്നത്. പൂജദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ കവളമുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിലെ ക്ഷേത്രങ്ങളിലാണ് കരടി എത്തുന്നത് പതിവായിട്ടുള്ളൊരു സംഭവമായി മാറിയിരുന്നത്. ക്ഷേത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായിട്ടുള്ള നാശം വരുത്തിയാണ് അവിടെ നിന്നും മടങ്ങാറുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ആ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്ത് തേനടക്കം ഭക്ഷിക്കുന്നതും കർഷകർക്ക് ആ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്തായാലും കരടിയെ പിടികൂടുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വനം വകുപ്പും നാട്ടുകാരും ശ്രമം നടത്തി വരുന്നതിനിടയിലാണ് അവർ തന്നെ സ്ഥാപിച്ച കെണിയിൽ കരടി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അതിനെ വനംവകുപ്പിന്റെ നിയമം അനുസരിച്ച് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ച് വനത്തിൽ തുറന്നുവിടുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിൽ വ്യക്തമാക്കുന്നത്. അരുൺകുമാർ. താങ്ക് യു ബുബഷീർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന എണ്ണ കാണാനില്ല, നെയ്യ് കാണാനില്ല, ശർക്കര കാണാനില്ല. ഇത് ആരടിച്ചുകൊണ്ട് പോകുന്നു എന്ന് നോക്കിയപ്പോഴാണ് ഒരു കരടിച്ചേട്ടൻ വന്നിട്ട് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് അവിടെ ആകെ നശിപ്പിച്ച് അലങ്കോലമാക്കി പോവും. എന്തായാലും കരടിയെ കെണിവെച്ച് പിടിച്ചതോടുകൂടി തൽക്കാലം കർഷകരെങ്കിലും കുറച്ച് സമാധാനത്തിലാണ്. അവരുടെ തേൻപെട്ടിയുണ്ടല്ലോ, ആ തേൻപെട്ടിയൊക്കെ ഈ കരടി പോയിട്ടേ എടുത്ത് നശിപ്പിച്ച് തേനും കുടിച്ചുകൊണ്ടങ്ങ് പോവും. കരടിക്ക് അങ്ങനെ പോയാൽ മതിയല്ലോ, പാവപ്പെട്ട കർഷകരുടെ ജീവിതോപാധിയല്ലേ ഇത്. പ്രേക്ഷകർക്കറിയാമോ, തമിഴ്നാട്ടിൽ ഒരു കരടിയുടെ ദൃശ്യം ഇന്നലെ പ്രചരിച്ചു. ഒരു ഹോട്ടലിൽ പോയിട്ടേ ആ കരടി ആ ഫ്രിഡ്ജ് തുറന്ന് സ്ഥിരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്നത് ഈ CCTV ക്യാമറയിൽ പതിഞ്ഞു. പുള്ളിക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് വരുന്നു, ഫ്രിഡ്ജ് തുറക്കുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് കരടി അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊക്കെ പറയാൻ നല്ല രസമാണ്. കരടി സ്വന്തം വീട്ടിന് മുമ്പിൽ വരുമ്പോൾ അറിയാം ഇതിൻ്റെ രസമൊക്കെ. എന്തായാലും കേരളം ഒരു തുറന്ന മൃഗശാല പോലെയായി എന്നുള്ളതാണ്. ഒരിടത്ത് നോക്കിയാൽ കരടിയെ കാണാം, ഒരിടത്ത് നോക്കിയാൽ ആനയെ കാണാം, വേറെടുത്ത് നോക്കിയാൽ കടുവയെ കാണാം, പുലിയെ കാണാം. ഇനി വരാത്തത് സിംഹം മാത്രമേ ഉള്ളൂ വരാത്തത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടു.